തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥിയെക്കാളും മുന്നേ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമായിരിക്കും ലോകത്തിന്റെ തന്നെ ചരിത്രത്തിൽ. വേണമെങ്കിൽ അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇതുപോലെ എത്ര പേരുടെ അടി നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഇതാ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള തർക്കം, അതെ, കർണാടകയിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള തർക്കം, ഇതൊക്കെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് അതിൽ അസിതയോടൊരു വിയോജിപ്പുണ്ട്. കേരളത്തിലടക്കം അങ്ങനെയല്ല. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ പലപ്പോഴും ഈ സ്ഥാനാർത്ഥി ക്യാപ്റ്റൻ എന്നുള്ള വിശേഷണമൊന്നും ഇല്ലായിരുന്നേ ഉള്ളൂ. ഇപ്പൊ KR ഗൗരിയമ്മയുടെ കാര്യത്തിൽ തന്നെ കേരം തിങ്ങും കേരള നാടിൽ പറഞ്ഞിട്ടാണ് മുദ്രാവാക്യം. വെട്ടി. പിന്നീട് VS മത്സരരംഗത്ത് ഇറക്കിയ കാലത്തും ഈ കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം കേരളത്തിലെമ്പാടും VS ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് അന്ന് 2006 ആ നിലയിലുള്ള ഒരു പ്രചാരണമാണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാകുമെന്നത് പാർട്ടി ഔദ്യോഗികമായി ഔദ്യോഗിക തീരുമാനം വരുന്നില്ലെന്ന്. ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ VD സതീശൻ അവകാശപ്പെട്ടത് കോൺഗ്രസിൽ ഇങ്ങനെ ഗ്രൂപ്പുകൾ മാനേജ് ചെയ്യുന്ന കാലം പോയി എന്നാണ്. പക്ഷെ ഇപ്പോഴും ഗ്രൂപ്പുകൾ തന്നെയാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പിടിവലി കൂടുന്നത്. അതൊക്കെ ഈ മുഖ്യമന്ത്രി പദവി കണ്ണുവെച്ചിട്ടാണല്ലോ. ഇപ്പൊ KC വേണുഗോപാൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, ചെന്നിത്തല ശ്രമിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ VD സതീശൻ 3ാം സ്ഥാനത്താണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ, എണ്ണത്തിലെ കാര്യത്തിൽ. സാധാരണ നിലയിൽ ഇപ്പോൾ ഇവിടെ VSന്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ അണികൾക്കിടയിൽ ഇങ്ങനെ ആവേശം ഉണ്ടായി പല പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പക്ഷേ പലപ്പോഴും കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താണ്, ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞ് ഓരോ നേതാക്കൾ വന്ന് ഓരോ ആളുകളുടെ പേര് മുന്നോട്ട് വെക്കുകയും പിന്നീട് അതിൽ വലിയ തർക്കവും ചർച്ചയും ഒക്കെ നടക്കുകയാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ പേരുകൾ വരുന്ന റൂട്ട് നോക്കൂ. ആദ്യം പറയുന്നത് സുധാകരനാണ് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നത്. ഇവരൊക്കെ ഇവിടെ മാധ്യമത്തിന് നൽകിയ സുധാകരനാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ആ റൂട്ട് നോക്കൂ. സുധാകരൻ ഇപ്പോൾ നിലവിൽ സ്വാഭാവികമായും KCയോടും VD സതീശനോടും വലിയ പ്രശ്നമുണ്ട്, അദ്ദേഹത്തെ ഒഴിവാക്കിയ ആളുകൾ എന്ന നിലയിൽ. അപ്പോൾ സ്വാഭാവികമായും സുധാകരൻ അവരെക്കാൾ ഉപരി, അത് മാത്രമല്ല എനിക്കൊന്ന് രമേശ് ചെന്നിത്തല ഇദ്ദേഹത്തിന് നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അനുകൂലമായ നിലപാടെടുത്തു. ഈ ചർച്ച നടക്കുമ്പോഴും സുധാകരനുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോഴും രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അനുകൂല നിലപാടെടുത്ത് അദ്ദേഹത്തിനൊപ്പം നിന്നത്. അപ്പോൾ സ്വാഭാവികമായി സുധാകരന്റെ താല്പര്യം ചെന്നിത്തലയിലേക്ക് പോകുന്നു. PJ കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പേര് പറയുന്നു. ദിലീപ് പറഞ്ഞതുപോലെ ആ പത്രിക സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നോക്കിയാൽ അതിൽ KC വേണുഗോപാലിന്റെ അപ്രമാദിത്യം വ്യക്തമായി കാണാം. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമായിരിക്കില്ല പ്രധാന സ്ഥാനങ്ങളിൽ ഉണ്ടാവുക UDF അധികാരത്തിൽ വന്നാൽ എന്ന് ആദ്യം പറഞ്ഞത് KC വേണുഗോപാലാണ്. പിന്നീടാണ് ആ വിഷയത്തിൽ KPCC അധ്യക്ഷനോട് ക്ലാരിറ്റി ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും അത് തള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ മറ്റൊരു സമവാക്യം ഇവിടെ രൂപപ്പെടുന്നുണ്ട്, ഏറ്റവും പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്, UDF അധികാരത്തിലേക്ക് എത്തി UDFന്റെ മുഖ്യമന്ത്രി ആര് എന്നാണ് ചർച്ച. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടും. ഇന്ന് CM സംസാരിച്ചു, LDF സംസാരിച്ചു, ഏതെങ്കിലും പിടിച്ചു വേണമെങ്കിൽ ആ നറേറ്റീവ് അങ്ങനെ വിടിയാലോ. KC വേണുഗോപാലും KPCC പ്രസിഡന്റും പറഞ്ഞതിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, KC വേണുഗോപാൽ പറഞ്ഞത് സ്ഥാനാർത്ഥിത്വം ലഭിക്കാൻ അർഹതയുണ്ടായിട്ടും കിട്ടാതെ പോയവർക്ക് അർഹമായ പരിഗണന നൽകുന്നതാണ്. ഈ സണ്ണി ജോസഫ് അങ്ങനെയല്ല പറഞ്ഞത്. തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരിൽ നിന്നായിരിക്കുമോ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ അത് നിശ്ചയമില്ല, അത് പിന്നീട് തീരുമാനിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.